الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുത്തഖികളായി ജീവിക്കുവാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം എപ്പോഴാണ് എന്നത് നമുക്കറിവില്ലാത്ത കാര്യമാണ്. അതൊരു ഗൈബിയായ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലോകത്തിന്റെ അന്ത്യം നടക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മസീഹുദ് ദജ്ജാൽ. എല്ലാ സത്യവിശ്വാസികളും അവരുടെ നമസ്കാരത്തിന്റെ ഒടുവിൽ തശഹുദിൽ മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബ്ർ വമിൻ അസാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. എല്ലാവരും നമസ്കാരത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുആ, ഒരു പ്രാർത്ഥനയാണിത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണ്? അതിൽ ഒന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ, അള്ളാഹുവിനോട് ശരണം ചോദിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചെങ്കിൽ ആരാണ് ഈ മസീഹുദ് ദജ്ജാൽ? എന്താണ് ആ മസീഹുദ് ദജ്ജാലിന്റെ സ്വഭാവം? എന്ത് നിലക്കുള്ള പരീക്ഷണങ്ങൾക്കാണ് മസീഹുദ് ദജ്ജാൽ വരുമ്പോൾ വിശ്വാസികൾ വിധേയമാവുക, മനുഷ്യർ വിധേയമാവുക എന്നത് വളരെ ചുരുക്കി ഒരവഗാഹം നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി
ചില കാര്യങ്ങൾ പറയുക എന്ന് മാത്രം. ആ 10 ആയത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് മുമ്പ് നടക്കുന്ന 10 ആയത്തുകളെ കുറിച്ച് പറഞ്ഞതിൽ ഒന്നാണ് മസീഹുദ് ദജ്ജാൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, ഉമ്മ തദാക്കറൂൻ, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നദ്കുറു സാഅ, ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്തിൻ. 10 ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടല്ലാതെ ലോകത്തിന് അന്ത്യം സംഭവിക്കുകയില്ല. ആ 10 ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ദുഖാൻ, പുക, വദ്ദജ്ജാൽ, മറ്റൊന്ന് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്ന മസീഹുദ് ദജ്ജാൽ, വദ്ദാബ്ബ, ഒരു മൃഗം, വതുലൂഉ ശംസി മിൻ മഗ്രിബിഹ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കൽ, വനുസൂലു ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഈ ഭൂമിയിലേക്ക് വരൽ, വയജൂജു മഅജൂജ് എന്നതിന്റെ പുറപ്പാട്, വസലാസു ഖുസൂഫ്, 3 പ്രമുഖമായ ഈ ഭൂമിയിലെ വലിയ ഭൂമികുലുക്കവും അതോടൊപ്പം ഭൂമിയിലെ പല ഭാഗങ്ങളും അതിന്റെ അന്തർഭാഗത്തേക്ക് ആണ്ടുപോകുന്ന മഹാസംഭവങ്ങൾ, അത് കിഴക്കും പടിഞ്ഞാറും ജസീറത്തുൽ അറബിലും സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ വആഖിറു ദാലിക നാർ, അത് ഏറ്റവും ഒടുവിൽ വരുന്നത് ഒരു തീയാണ്. തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നാണ് ആ തീ പുറപ്പെടുക. അതെല്ലാ മനുഷ്യരെയും വിഭ്രാന്തിയോടെ നരകത്തിലേക്ക് തെളിക്കുന്ന തീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ 10 ദൃഷ്ടാന്തങ്ങൾ വരാതെ, സംഭവിക്കാതെ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അടയാളങ്ങളിൽ ഈ 10 അടയാളങ്ങളും അടുത്തടുത്ത കാലങ്ങളിലാണ് ഈ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാലയിൽ കോർത്തിട്ടുള്ള മണികൾ, അതിന്റെ നൂലങ്ങ് അറ്റുപോയാൽ അതിലെ ഓരോ മണികളും ഒന്നിനു പിറകെ ഒന്നായി ഭൂമിയിലേക്ക് വീണു പോകുന്നത് പോലെയാണ് ഞാൻ ഈ പറഞ്ഞ 10 അടയാളങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അടുത്തടുത്ത സമയങ്ങളിലായി ഒന്നിച്ച് സംഭവിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലും ഹദീസുണ്ട്, സഹിഹ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിൽ ഏറ്റവും വലിയ, ഈ പറഞ്ഞ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ അഅ്ളമു ഫിത്ന, നമുക്ക് നേരിടാൻ പോകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും ഗുരുതരമായ, ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസീഹുദ് ദജ്ജാൽ ആരാണ് എന്ന് വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദജ്ജാലു മംസൂഹുൽ ഐൻ, അവന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു മാറ്റപ്പെട്ടവനായിരിക്കും മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമ്രാൻ ബിൻ ഹുസൈൻ എന്ന സഹാബിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ, ആ ആദമിന്റെ സൃഷ്ടിപ്പ് നടന്നത് മുതൽ, ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സൃഷ്ടിപ്പിൽ ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഭീമാകാരനായ വേറൊരു സൃഷ്ടിയില്ല. അപ്പോൾ ആദം നബി മുതൽ ലോകത്തിന്റെ അവസാനം വരെയും പരിശോധിച്ച് നോക്കിയാൽ അളം അല്ലെങ്കിൽ അക്ബർ മിനദ് ദജ്ജാൽ, അപ്പൊ ദജ്ജാൽ ഏറ്റവും വലിയ ഭീമാകാരനായ ഒരു സൃഷ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നഹാ ലം തുകുൻ ഫിത്ന അലാ വജ്ഹിൽ അർളി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദമ അഅ്ളമു ഫിത്നത്തിൽ മസീഹ്. എന്തിനാണ് നമ്മൾ എപ്പോഴും നമസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സന്തതികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുതൽ ഈ ഭൂമിയിൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ വലിയൊരു പരീക്ഷണം വേറെ അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. വലം യബ്അസുല്ലാഹു നബിയ്യൻ ഇല്ലാ വഖദ് അൻദറ ഖൗമുഹു ദജ്ജാല, ഈ ഭൂമിയിൽ ഏതൊരു നബിയെ അല്ലാഹു നബിയായി നിയോഗിച്ചിട്ടുണ്ടോ, ഏതൊരു പ്രവാചകനെ ഈ ഭൂമിയിലേക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ പറഞ്ഞയച്ചിട്ടുണ്ടോ, ആ നബിമാരെല്ലാം മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തെക്കുറിച്ച് അവരവരുടെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയവരാണ്. വഅന ആഖിറുൽ അംബിയ, അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഞാൻ. വഅൻതും ആഖിറുൽ ഉമം, സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലെ സമുദായമാണ് നിങ്ങൾ. വഹുവ ഖാരിജുൻ ഫീക്കും, അല്ലയോ സമൂഹമേ, എന്റെ സമുദായമേ, നിങ്ങളിലാണ് ആ മസീഹുദ് ദജ്ജാൽ പുറപ്പെട്ടു വരിക.
ലാ മഹാല, അതിൽ യാതൊരു സംശയവുമില്ല. ഫഇൻ യഖ്റുജു ദജ്ജാലു വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ആ ദജ്ജാൽ വരുന്നതെങ്കിൽ ഫന ഹജീജുൽ ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും പ്രതിരോധമായി ഞാൻ ഉണ്ടാകും. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ആ ദജ്ജാൽ വരുന്നതെങ്കിൽ ആ ഓരോ മുസ്ലിമിന്റെയും പ്രതിരോധത്തിനായി, സംരക്ഷണത്തിനായി ഞാൻ ഉണ്ടാകും. വൈൻ യഖ്റുജു ദജ്ജാലു മിൻ ബഅദി ഫകുല്ലു ഇംറിഇൻ ഹജീജു നഫ്സി, ഞാൻ മരണപ്പെട്ടു പോയതിന് ശേഷമാണ് ആ ദജ്ജാൽ വരുന്നതെങ്കിൽ ഓരോ മുസ്ലിമും അവന്റെ തന്നെ പ്രതിരോധം നിർവഹിക്കുന്നതാണ്. വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിമിൻ, എനിക്ക് പകരം ഞാൻ പോയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനെയും ആ സമയത്ത് സംരക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, സഹീഹായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഹദീസുകളിൽ എന്താണ് മസീഹുദ് ദജ്ജാൽ, അതിന്റെ പരീക്ഷണം എന്താണ് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നൽകുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ജനങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅൻദിർകുമൂഹു, ഞാൻ ആ ദജ്ജാലിനെ കുറിച്ച് ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വമാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമുഹു ദജ്ജാല, ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരു നബിയുമില്ല. വലഖദ് അൻദറ നൂഹൻ ഖൗമുഹു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലാകിൻ സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ, ഞാനിതാ നിങ്ങളോട് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി, ഒരു നബിയും അവരുടെ ജനതയോട് നേരത്തെ അത് പറഞ്ഞിട്ടില്ല, അത് ഞാനാണ് നിങ്ങളോട് പറയുന്നത്. അലാ ഫഅലമു, അറിയുക അത്, അന്നഹു അഅവർ, അവൻ കോങ്കണ്ണനാണ്, കണ്ണ് ശരിയായ ദശയിലല്ല, അത് വളഞ്ഞ നിലക്കുള്ള കണ്ണാണുള്ളത്. വഅന്നല്ലാഹ ലൈസ ബിഅവർ, അവൻ അള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട്, സൃഷ്ടാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുന്നത്. എങ്ങനെ കോങ്കണ്ണൻ അള്ളയാകും, കോങ്കണ്ണൻ സൃഷ്ടാവാകും? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ വൈരൂപ്യങ്ങളില്ല. അള്ളാഹുവിന് ഒരു നുക്സാൻ, ഒരു ന്യൂനതയുമില്ല. അങ്ങനെ ഒരു ന്യൂനതയും അള്ളാഹുവിനില്ല. ന്യൂനതയുള്ളവനായ ഈ ദജ്ജാൽ എങ്ങനെ അള്ളാഹെന്ന് അവകാശപ്പെടും എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അദ്ദജ്ജാലു മംസൂഹുൽ ഐൻ, വേറെ ഹദീസിൽ നബി പറഞ്ഞു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവനാണ്. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും കാഫിർ എന്ന് പ്രത്യേകം അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. യഖ്റഉഹു കുല്ലു മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും അത് വായിക്കാൻ കഴിയും, മുസ്ലിമിന് മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ. രണ്ട് കണ്ണിനിടയിലും ദജ്ജാലിന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുസ്ലിമായവർക്കെല്ലാം അത് വായിക്കാൻ സാധിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുസ്ലിം ഉദ്ധരിച്ചതാണ്, അദ്ദജ്ജാലു മക്തൂബുൻ ബൈന യദൈഹി കാഫിർ, കാഫിർ എന്ന് രണ്ട് കണ്ണുകൾക്കിടയിലും എഴുതി വെച്ചിട്ടുണ്ട്. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ വിശ്വാസിക്കും അത് വായിക്കാൻ സാധിക്കും. കാത്തിബുൻ ഔ ഗൈറു കാത്തിബ്, എഴുത്ത് പഠിച്ചവനാകട്ടെ എഴുത്ത് പഠിക്കാത്തവനാകട്ടെ, അത് മുഅ്മിനാണോ വായിക്കാൻ സാധിക്കും. അത് ആ സമയത്ത് അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്. വിശ്വാസിയാണെങ്കിൽ അവൻ കാഫിറാണ് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ നെറ്റിയെ എഴുത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് വേണ്ടത്ര മുന്നറിയിപ്പ് എടുക്കാനും വേണ്ടത്ര പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും ആ സമയത്ത് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിനെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണം, ആരെങ്കിലും വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് എന്ന നിലക്കാണ് ഈ മുന്നറിയിപ്പുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? അലാ ലഅന അഅലമു ബിമാ മഅദ് ദജ്ജാലി മിനദ് ദജ്ജാൽ, എന്തൊക്കെ അത്ഭുതങ്ങളുമായിട്ടാണ്, എന്തൊക്കെ വിചിത്ര കാര്യങ്ങളുമായിട്ടാണ് ആ ദജ്ജാൽ വരിക എന്ന് ഞാൻ ഏറ്റവും അറിയുന്നവനാണ്. മഅഹു നഹ്റാനി, അവന്റെ കൂടെ രണ്ട് ജലതടാകങ്ങൾ ഉണ്ടാകും. യജ്രിയാനി, അത് ഒഴുകിക്കൊണ്ടിരിക്കും. അഹദുഹുമാ റഹിയൽ ലൈനി മാഉൻ അബിയം, ഒരു ജലതടാകം അത് നല്ല ശുദ്ധമായ വെള്ള നിറമുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. വല്ലാഹുർ റഹിയൽ ലൈനി നാറുൻ തജജ്, മറ്റൊരു പുഴ അത് കത്തിച്ചൊലിക്കുന്ന തീയിന്റെ പുഴയാണ്. എന്നാൽ ഫഇമ്മ അദ്റകന്ന അഹദുൻ, ഏതെങ്കിലും ഒരാൾ ഈ സന്ദർഭത്തിൽ അതിന് സാക്ഷിയായിട്ടുണ്ടാകുമെങ്കിൽ അല്ലദീ യറാഹു നാറൻ, അവൻ പോകേണ്ടത് തീ കത്തുന്ന പുഴയിലേക്കാണ്. ശുദ്ധമായ വെള്ളമായി കാണുന്നത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് വെള്ളമെടുക്കാൻ നിങ്ങൾ ആരും പോകരുത്. കാരണം ആ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ തീയിന്റെ ഇടത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്, അല്ലാതെ ശുദ്ധമായ വെള്ളമുള്ള ഇടത്തേക്കല്ല. കാരണം ദജ്ജാലിൻ്റെതെല്ലാം വൈരുദ്ധ്യമായിരിക്കും. അവൻ തീയാണെന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളമാണ്, എന്നാൽ ശുദ്ധമായ വെള്ളമാകുന്നത് കത്തി കരിച്ചു കളയുന്ന തീയാണ്. വൽ യഹ്മിൽ, അവൻ കണ്ണുപൂട്ടട്ടെ. സുമ്മൽ യതസഹു, പിന്നെ ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് അവന്റെ തല താഴ്ത്തട്ടെ. ഫൽ യശ്റബ് മിൻഹു, അതിൽ നിന്ന് കുടിക്കട്ടെ. ഫഇന്നഹു മാഉൻ ബാരിദ്,
ഫഇന്നഹു മാഉൻ ബാരിദ്, അത് ശുദ്ധമായ തണുത്ത വെള്ളമാണ്. ആ തണുത്ത വെള്ളമാണ് കാണുന്ന കാഴ്ചക്കാരായ ആളുകൾക്ക് കത്തുന്ന തീയായി അനുഭവപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാര്യം ഈ രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ പല സംഭവങ്ങളും അടങ്ങുന്നതാണ് ഈ ദജ്ജാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ദീർഘമായ ഹദീസിൽ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനിൽ മുദ്ദ അല്ലത്തി യംകുസുഹു ദജ്ജാലു ഫിൽ അർദ്, ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ എത്രയാണ് അവൻ ഉണ്ടാവുക, എത്ര കാലമാണ് അവൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹു ദജ്ജാലിനെ കൊന്നുകളയുന്നതിന് മുമ്പ് എത്ര കാലമാണ് അവൻ ഭൂമിയിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. വഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 യൗമൻ, 40 ദിവസമാണ് ഈ ഭൂമിയിൽ ദജ്ജാൽ ഉണ്ടാവുക. യൗമുൻ കസനത്തിൻ, അതിൽ 40ൽ ഒരു ദിവസം ഒരു കൊല്ലത്തിന്റെ ദീർഘമാണ്. വയൗമുൻ കശഹരിൻ, വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദീർഘമാണ്. വയൗമുൻ കജുമഅ, വേറെ ഒരു ദിവസം ഒരാഴ്ചയുടെ ദീർഘമാണ്. വസായിറു അയ്യാമിഹി കസായിരി അയ്യാമിക്കും, വേറെയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളുടെ ദിവസങ്ങൾ പോലെ തന്നെ അതിന് അത്ര ദൈർഘ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിന് ഒരു കൊല്ലത്തിന്റെയും മറ്റൊരു ദിവസത്തിന് ഒരു മാസത്തിന്റെയും മറ്റൊരു ദിവസത്തിന് ഒരു ആഴ്ചയുടെയും ദൈർഘ്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സാധാരണ പോലെ തന്നെയാണ്. അപ്പൊ അവർ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യൗമുല്ലദീ കസനത്തിൻ തക്ഫീനാ ഫീ സലാത്ത് യൗമിൻ വലൈല, ഈ ഒരു കൊല്ലം ദീർഘമുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ 5 നേരം നിസ്കരിച്ചാൽ മതിയോ? കാരണം രാവും പകലും ഞങ്ങൾ ഈ നിസ്കരിക്കുന്ന 5 നിസ്കാരങ്ങൾ തന്നെ അന്നൊരു കൊല്ലത്ത് നിർവഹിച്ചാൽ മതിയോ എന്നാണ് അവരുടെ ചോദ്യം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, മതിയാകില്ല. ഇഖ്ദിറൂ ലഹു ഖദറഹു, ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരം നിർവഹിക്കുന്നതിന് എത്ര സമയമുണ്ടാകും, ആ സമയം കണക്ക് കൂട്ടി നിങ്ങൾ ആ സമയത്തിനനുസരിച്ച് ആ ഗ്യാപ്പിൽ അത് ആവർത്തിച്ച് നമസ്കരിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാതെ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചാൽ മതിയാകില്ല ദജ്ജാൽ വരുന്ന സമയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്ന ഈ 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ദജ്ജാലിനെ കുറിച്ച്. എന്താണ് അവന്റെ വേഗതയെ കുറിച്ച്? യംകുസു ഫിൽ അർളി 40 ലൈലത്തൻ ഫയമുറു അലൽ അർളി കുല്ലിഹാ, അവൻ എല്ലാ ഭൂമിയുടെ ഭാഗത്തും അവൻ എത്തിച്ചേരും. ഏതുപോലെ? സുറഅത്തുഹു കൽ ഗൈസ്, മഴ പോലെയാണ്. വലിയ കാറ്റിൽ പിടിക്കുന്ന മഴ കണ്ടിട്ടില്ലേ? കൊടുങ്കാറ്റിനോടൊപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരി എത്ര വേഗതയുണ്ടോ ആ വേഗത പോലെ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് യമുറു ഫി കുല്ലി അർജാഇൻ മിൻ അൻഹാഇൽ അർള്, ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഈ 40 ദിവസം കൊണ്ട് അവൻ സഞ്ചരിക്കും. യഅതി ദജ്ജാലു അലാ ഖൗമിൻ, അങ്ങനെ ഒരു ജനങ്ങളുടെ അടുക്കലേക്ക് അവൻ വരും. ഫയദഉഹും, ആ ആളുകളെയൊക്കെ അവന്റെ മതത്തിലേക്ക്, അവൻ റബ്ബാണ്, അവൻ ഇലാഹാണ്, അവൻ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിക്കാൻ ആളുകളോട് ആവശ്യപ്പെടും. ഫയുമിനൂന ബിഹി വയസ്തജീബൂൻ, ഒരുപാട് ആളുകൾ അവന്റെ ക്ഷണമനുസരിച്ച് അതിന് സ്വീകരിക്കും. ഫയമുറുസ്സമാ ഫതുംതിർ, പല അത്ഭുതങ്ങളും അവൻ കാണിക്കും. ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മഴ പെയ്യാൻ ആവശ്യപ്പെടും. ഫതുംതിർ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യും. വൽ അർളു ഫതുംബിത്, ഭൂമിയോട് മുളക്കാൻ ആവശ്യപ്പെടും. ആ ഭൂമിയിൽ സസ്യലതാദികൾ ഉണ്ടാകും അവന്റെ കൽപ്പനയനുസരിച്ച്. ഫതറൂഹു അലൈഹിം സാരിഹത്തുഹും, അങ്ങനെ അവരുടെ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വരും. അതിന്റെ അകിടുകളിലേക്ക് ധാരാളക്കണക്കിന് പാലുകളും അതിന്റെ ശരീരങ്ങൾ ധാരാളം മാംസമുള്ള നല്ല പുഷ്ടിയുള്ള മൃഗങ്ങളുമായി തീരും. ഇതൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള അത്ഭുത കാര്യങ്ങൾ ഈ ദജ്ജാലിന് സാധിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യമുറു ബിൽ ഖദീബ, വളരെ ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറായി യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു ഭൂമിയിൽ അവൻ എത്തിപ്പെടുമ്പോൾ ഫയഖൂലു ലഹാ, ആ ദജ്ജാൽ ആ ഭൂമിയോട് പറയും, അഖ്രിജി കുനൂസക്കി, നിന്റെ നിധികൾ പുറത്തേക്ക് കൊണ്ടുവരിക, നിന്റെ അന്തർഭാഗത്തുള്ള നിധികളും വിഭവങ്ങളും പുറത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ ഫതഅബുഹു കുനൂസുഹ, അപ്പോൾ അതാ അതിന്റെ നിധികളും വിലപിടിച്ച വസ്തുക്കളും ആ ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്ന് വെളിയിലേക്ക് വരും. കയഅസീബിൻ നഹലി, തേനീച്ചക്കൂട്ടം പാറി വരുന്നത് പോലെ. നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച. അപ്പൊ തേനീച്ചക്കൂട്ടം പാറി വരുന്നത് പോലെ ആ ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്ന് ധാരാളക്കണക്കിന് നിധികളും വിലപിടിച്ച സാധനങ്ങളും വരും ഇവന്റെ കൽപ്പന കൊണ്ട്. ഇതൊക്കെ ആ സമയത്ത് ആളുകൾ ഒരുപാട് അവരിൽ വിശ്വസിച്ചു പോകാനും വഞ്ചിതരാകാനും സാധ്യതയുള്ള അത്ഭുത കാര്യങ്ങളാണ് എന്ന് പറയും. സഹോദരന്മാർ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പിശാച് അവിടെ ഈ ദജ്ജാൽ അവനാൽ സംഭവിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകൾ അവനിൽ വിശ്വസിച്ചു പോവുകയും ചെയ്യും. ആ സമയത്ത് വിശ്വാസികൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില മാർഗങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ ഫിത്നയിൽ നിന്ന്, മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുൽ ഇഖ്വാൻ ഉസീകും സാനിം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മസീഹുദ് ദജ്ജാൽ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ അവന്റെ മുമ്പിലേക്ക് വിളിക്കും. ഫയളിബുഹു ബിസ്സൈഫി, മസീഹുദ് ദജ്ജാൽ ആ യുവ ചെറുപ്പക്കാരനെ വാളുകൊണ്ട് വെട്ടും. ഫയഖ്തഉഹു ജുസ്അത്തൈനി, രണ്ട് ഭാഗമായിട്ട്, രണ്ട് കീറായി അവന്റെ വെട്ടുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചു വീഴും. ഫയംശിദ് ദജ്ജാലു ബൈന ഖിതഅത്തൈനി, രണ്ട് ഭാഗമായി കീറിമുറിഞ്ഞു പോയ ഈ യുവാവിന്റെ ആ ഭൗതിക ശരീരത്തിന്റെ രണ്ട് കീറുകൾക്കിടയിൽ ഇവൻ നടക്കും. അമാമന്നാസിഫ് യഖൂലുൽ ഷാബ് ഖും, എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഈ ഷാബിന്റെ രണ്ട് അവയവങ്ങളോട്, രണ്ട് ശരീരഭാഗങ്ങളോട് അവൻ പറയും, എഴുന്നേൽക്കുക എന്ന് പറയും. ഫയസ്തബിഷാബ് ഹയ്യൻ ബൈന യദൈഹി, അപ്പോൾ അവന്റെ മുമ്പിൽ ജീവൻ തിരിച്ചു വന്ന് സാധാരണ മനുഷ്യനെ പോലെ ഇവനായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതുപോലെയുള്ള പല അത്ഭുതങ്ങളും അവൻ കാണിക്കും. ഇങ്ങനെയുള്ള ഓരോ അത്ഭുതങ്ങളിലും കാണിച്ചുകൊണ്ട് ആളുകളെ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാക്കുന്ന ഒരവസ്ഥയാണ് ഈ പിശാചിനുണ്ടാവുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെല്ലാം ഒരുമിച്ച് കൂട്ടി മിമ്പറിന്റെ മുകളിൽ കയറി. എന്തെങ്കിലും സുപ്രധാനമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മിമ്പറിന്റെ മുകളിൽ കയറാറുള്ളത്. ഇങ്ങനെ മിമ്പറിന്റെ മുകളിൽ കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തടിച്ചുകൂടിയ സഹാബകളോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന കാര്യം സംഭവിച്ചതിന്റെ പേരിലോ ഏതെങ്കിലും ഒരു പ്രത്യാശയുണ്ടാക്കുന്ന കാര്യം സംഭവിച്ചതിന്റെ പേരിലോ അല്ല ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നേരെ മറിച്ച് തമീമുദ്ദാരി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം വേറെ മതവിശ്വാസിയും വേറെ വേദക്കാരനുമായിരുന്നു. പിന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരികയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തൊരു സഹോദരനാണ് തമീമുദ്ദാരി. ആ തമീമുദ്ദാരി മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ സംഭവവും എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുള്ള വിവരവും പരസ്പരം വളരെയധികം സാദൃശ്യമുണ്ട് എന്നതുകൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. തമീമുദ്ദാരി പറഞ്ഞ കാര്യവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുള്ള വിവരവും പരസ്പരം വളരെ സാദൃശ്യമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. എന്താണ് ഈ തമീമുദ്ദാരി 30 ആളുകളോടൊപ്പം ഒരു കടൽ യാത്രയ്ക്ക് വേണ്ടി കപ്പലിൽ കയറിയപ്പോൾ കപ്പൽ പ്രക്ഷുബ്ധമാവുകയും അത് അവിടെയും ഇവിടെയൊക്കെ തെന്നിമാറി നടക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ 30 ദിവസങ്ങൾക്ക് ശേഷം, ഒരു മാസത്തിന് ശേഷം അത് ഒരു ദ്വീപിൽ നങ്കൂരമിട്ടു. ഒരു ദ്വീപിന്റെ ഓരത്തെത്തി. ആ ദ്വീപിലേക്ക് അവരെല്ലാം ഇറങ്ങി നോക്കിയപ്പോൾ ധാരാളക്കണക്കിന് രോമാവൃതമായ ഒരു മൃഗത്തെ അവർ കണ്ടു. ആ രോമാവൃതമായ മൃഗത്തെ കണ്ടവർ അത്ഭുതപ്പെട്ടു. എന്താണ് പേടിപ്പെടുത്തുന്ന മൃഗം? നിന്റെ കാര്യം എന്താണ് എന്ന് ആ മൃഗത്തോട് ചോദിച്ചപ്പോൾ ആ മൃഗം പറഞ്ഞു, അന ജസ്സാസ, എന്റെ പേര് ജസ്സാസ എന്നാണ്. നിങ്ങൾ വരൂ, ആ കാണുന്ന മഠം അല്ലെങ്കിൽ ആ കാണുന്ന ആ പ്രത്യേകമായ വീട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുന്ന ആൾ അതിനകത്തുണ്ട്, ഞാൻ കൊണ്ടുപോകാം. അവർ പറയുകയാണ്, ഈ മൃഗത്തിന്റെ കുബുലും ദുബുറും, അതിന്റെ വായയും അതിന്റെ മരദ്വാരവും എവിടെയാണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം രോമാവൃതമാണ്. അങ്ങനെ ഈ മൃഗമാണ് അവരെ ഈ റൂമിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ഭീമാകാരനായ മനുഷ്യനെ കാണുന്നു. അയാളുടെ കൈകളും അയാളുടെ താടിയെല്ലുകളുമായി ബന്ധിച്ച് ചങ്ങലയിട്ടിരിക്കുന്നു. അയാളുടെ കണങ്കാലുകളും അതുപോലെ തന്നെ നിലയാണിയുമായി ബന്ധിച്ച് ചങ്ങലയിൽ ബന്ധിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അവര് ഈ മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളിങ്ങനെ കടലിൽ 1 മാസത്തോളം തിരിഞ്ഞു നടന്നു, അവസാനം ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു, ഈ മൃഗത്തെ കണ്ടു, മൃഗം നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കാര്യമാണ്, എന്താണ് നിങ്ങളുടെ കാര്യം? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ദജ്ജാൽ അവരോട് ചോദിച്ചു. അതിൽ ചോദിച്ചൊരു ചോദ്യം എന്താണ്? നെയ്സാബൂൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതാനും ഈത്തപ്പനകളുണ്ടോ? ആ ഈത്തപ്പനകൾക്ക് കായ്കളുണ്ടോ എന്നാണ്. ധാരാളക്കണക്കിന് സിറിയയിലുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഈത്തപ്പനകൾക്ക് ധാരാളം കായ്കൾ കായ്ക്കുന്നുണ്ട്. എന്നാൽ ആ കായ്കൾ ഇല്ലാത്ത ഒരു കാലം വരും.
അതേ പ്രകാരം തന്നെ പറഞ്ഞ കൂട്ടത്തിൽ പിന്നെയും അവര് ചോദിച്ചു, ധാരാളക്കണക്കിന് തബരിയ എന്ന് പറയുന്ന ഒരു പുഴയെക്കുറിച്ച് ചോദിച്ചു. എന്താണ് തബരിയ എന്ന് പറയുന്ന വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ, അതിന്റെ അവസ്ഥ എന്താണ്, അതിൽ ഇപ്പോൾ വെള്ളം ധാരാളമുണ്ടോ? ഉടനെ തന്നെ മസീഹു ദജ്ജാലിനോട് അവർ പറഞ്ഞു, ധാരാളം വെള്ളമുള്ള, വളരെ നല്ല വെള്ളമുള്ള ഒരു പുഴയാണ്. അപ്പോൾ മസീഹു ദജ്ജാൽ പറഞ്ഞു, ഒരു കാലം വരും അതിൽ വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ വെള്ളം പറ്റിപ്പോകും. ഇങ്ങനെ പലതും അവർ സംഭവിച്ചു. അവസാനം അവര് വീണ്ടും ഈ വന്ന ആളുകളോട്, അത് തമീമുദ്ദാരിയുടെ കൂടെയുള്ള ഈ സംഘത്തോട് അവൻ ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് വന്നിട്ടുണ്ട്, ഹർജമി മക്ക. അപ്പോ ഒരു നബിയുൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ നിയോഗിക്കപ്പെട്ട ഒരു നബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അയാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ തന്നെ അവർ പറയും, ഖാലു ഖദ് ഖറജ മിൻ മക്ക വനസല യസ്രിബ്, മക്കയിലാണ് വന്നത്, പക്ഷെ ഇപ്പോൾ മക്കത്തിൽ നിന്ന് പോയി അദ്ദേഹം മദീനയിൽ താമസമാക്കിയിരിക്കുന്നു. ഖാല ഖാതലഹുൽ അറബ്, അയാളോട് അറബികൾ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഖുൽനാ നഅം, ഞങ്ങൾ പറഞ്ഞു അതെ. ഖാല കൈഫ സനഅ ബിഹിം, എങ്ങനെയാണ് ആ ആളുകൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത്? ഫഅഖ്ബർനാഹു അന്നഹു ഖദ് ലഹറ അലാ ബൈനി യലീഹി മിനൽ അറബ് വതഅഹു, അദ്ദേഹത്തോട് ചുറ്റുവട്ടത്തുള്ള അറബികൾ പലരും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വമാ കാന ദാലിക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് നല്ലതാണ്, അവർക്ക് നന്മ ആണ് അതുകൊണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, കലമാ ഇന്ന ദാലിക ഖൈറൻ ലഹും അൻ യുതീഉഹു, ആ പ്രവാചകനെ അനുസരിക്കുന്നവർക്ക് മെച്ചപ്പെട്ടതാണ്. വൈന്നി മുഖ്ബിറുക്കും അന്നി, ഇനി ഞാൻ ആരാണ് എന്ന് എന്റെ ഈ വിരൂപമായ അല്ലെങ്കിൽ എന്റെ ഈ അത്ഭുതകരമായ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയമില്ല ഞാൻ ആരാണ്. എന്നാൽ അനൽ മസീഹ്, ഞാനാണ് മസീഹ്. ഇന്നി ഊഷിക്കു അയ്യൂദന ലി ഫിൽ ഖുറൂജ്, ഒരു പ്രത്യേക സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ അനുവാദം കിട്ടും. ഫസഅഖ്റുജു ഫഅസീറു ഫിൽ അർദ്, ഭൂമിയിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വലാ അദഉ ഖറിയത്തിൻ ലാ ഹബത്തുഹ, ഏതൊരു ഗ്രാമമുണ്ടോ അവിടെ ഞാൻ ചെല്ലും. 40 ലൈല, 40 ദിവസങ്ങൾ കൊണ്ട്. വൈറ മക്ക വ മഖീബ, എന്നാൽ ഞാൻ മക്കത്തും മദീനത്തും വരാൻ എനിക്ക് സാധ്യമല്ല. ഫഹുമാ മുഹറമതാനി ലാ കിൽതാഹുമാ, എനിക്ക് പ്രവേശിക്കുവാൻ അനുവാദം കിട്ടാത്ത ഭൂമിയിലെ ഏക 2 പ്രദേശങ്ങളാണ് മക്കയും മദീനയും എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്തഖ്ബലനി മലക്കും ബിയദിഹി സൈഫു സലിസൻ യസുദ്ദുനി അൻഹാ, ആ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഊരിപ്പിടിച്ച് തിളങ്ങുന്ന വാളുമായി അതിന്റെ കവാടത്തിൽ ഒരു മലക്ക് കാവൽ നിൽക്കും, എന്നെ അങ്ങോട്ട് കടക്കുന്നതിൽ നിന്ന് തടയാൻ. എന്ന് മാത്രമല്ല, വഇന്ന അലാ കുല്ലി നഖ്ബിൻ മിൻഹാ മലായികത്തുൻ യഹ്റുസൂനഹാ, അവിടെ ഓരോ മലമടക്കുകളിലും പ്രവേശന കവാടങ്ങളിലും മലക്കുകൾ കാവൽ നിൽക്കുകയും എന്റെ പ്രവേശനത്തെ അവർ തടയുകയും ചെയ്യും എന്ന് ഈ ദജ്ജാൽ തന്നെയാണ് ഈ ജനക്കൂട്ടത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തമീമുദ്ദാരി പറഞ്ഞ് വിശദീകരിച്ച അതേ രൂപത്തിലാണ് ഈ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് എനിക്ക് വഹയായി ലഭിച്ച കാര്യങ്ങളും. അലാ ഇന്നഹു ഫീ ബഹരി ശാമി ഔ ഫീ ബഹരിൽ യമൻ, ഈ ജസീറ ഇപ്പോൾ അവൻ ചങ്ങലയിൽ ബന്ധിതനായി നിൽക്കുന്നത് ഒന്നുകിൽ ഷാമിന്റെയോ അല്ലെങ്കിൽ യമനിലെയോ ഭാഗത്തുള്ള ഒരു കടൽ ദ്വീപിൽ ആയിരിക്കും. ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖി, അവൻ കിഴക്ക് ഭാഗത്ത് നിന്നാണ് പ്രത്യക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അവൻ മശ്രിഖ് ഭാഗത്ത് നിന്നാണ് വരിക, കിഴക്ക് ഭാഗത്ത് നിന്നാണ് വരിക എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്. അപ്പോ ഇങ്ങനെ ഈ മസീഹ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ ഈ ഭൂമിയിലെ സഞ്ചാരം, ഒരുപാട് ആളുകളെ അവന്റെ ഭാഗത്തേക്ക് വഴിപിഴപ്പിക്കുന്നത്, ഒരുപാട് ആളുകൾ അയാൾ റബ്ബാണെന്ന് വിശ്വസിച്ച് അവർ ആരാധനയും സുജൂദും ഇബാദത്തും തുടങ്ങുന്നത് ഒക്കെ സംഭവിക്കും. വിശ്വാസികളായ ആളുകൾക്ക് അതിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. കാരണം അവർക്ക് മാത്രം കാഫിർ എന്ന് നെറ്റിത്തടത്തിൽ എഴുതിയത് വായിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇദ്ദേഹം അല്ല ഈ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ആൾ അവസാനം ഫലസ്തീനിൽ എത്തിപ്പെടും. ഹദീസിൽ വന്നതാണ്, അബൂ ഉമാമത്തുൽ ബാഹിലി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ബൈനമാ ഇമാമുൽ മുസ്ലിമീന യുസല്ലി ബിഹിം സുബ്ഹ് ഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൽ വിശ്വാസികളുടെ ഇമാമ് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദാ നസല ഈസ ഇബ്നു മറിയം, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഫൈദാ നസറ ഇലൈഹിം ഇമാമുൽ മുസ്ലിമീന അറഫഹു, ഈസാ നബിയെ കണ്ടപ്പോൾ അത് ഈസാ നബിയാണ് എന്ന് ആ ഇമാമുൽ മുസ്ലിമീന് തിരിച്ചറിയും. ഫയതഖസ്സറു ഇമാമുൽ മുസ്ലിമീൻ, ഈസാ നബിയെ കണ്ടപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഇമാമത്ത് നിൽക്കുക എന്ന നിലയ്ക്ക് ഇമാമ് അല്പം പിറകോട്ട് മാറും. നബിയിലാഹി ഈസാ യുസല്ലി ബിൽ മുഅ്മിനീൻ, ഈസാ നബി വന്നുകൊണ്ട് ഇമാമായി നമസ്കരിക്കാൻ വേണ്ടി. വമിൻ അത്ബാഇ സയ്യിദിൻ നബിയിൻ മുഹമ്മദിൻ ഫയതി ഈസാ അലൈഹിസ്സലാം, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം വരും. വയലഉ യദഹു ഫീ കത്ഫി ഇമാമിൽ മുസ്ലിമീൻ, പക്ഷേ പിറകോട്ട് നിൽക്കാൻ ഭാവിക്കുന്ന ഇമാമിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയും, ലാ
ഞാനല്ല ഇമാമായി നമസ്കരിക്കേണ്ടത്, ബൽ തഖദ്ദം, നീ തന്നെ നമസ്കരിക്ക്, അന്ത, നീ തന്നെ നിൽക്ക്, ഫസല്ലി, അങ്ങനെ നീ നമസ്കരിക്ക്, ഫസ്സലാത്തു ലക ഉഖീമത്ത്, നീയാണ് ഇമാമായിരിക്കുമ്പോഴാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടത്, ഫഇമാമുക്കും മിൻകും യാ ഉമ്മത്ത മുഹമ്മദ് യുസല്ലി നബിയുല്ലാഹി ഈസാ ഖൽഫ ഇമാമിൽ മുസ്ലിമീൻ റബ്ബിൽ ആലമീൻ. എന്താ പറയുന്നത്? എന്താണ്? അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഇമാമിന്റെ, മുസ്ലിം സമൂഹത്തിലെ ഒരു ഇമാമിന്റെ കീഴിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈസാ നബി അലൈഹി സ്വലത്തു വസ്സലാം മൗമുമായി നമസ്കരിക്കും. അങ്ങനെ അവസാനം പറയുകയാണ്, ഫൈദാ ഫതഹ ഈസാ ബാബ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിന്റെ വാതിൽ ഈസാ നബി അലൈഹി സ്വലാം തുറക്കുമ്പോൾ റഅ അൽ മസീഹ് ദജ്ജാൽ, അപ്പുറത്തതാ മസീഹു ദജ്ജാൽ കാത്തിരിക്കുന്നു. മഅഹു 70,000 യഹൂദി, 70,000 യഹൂദികൾ അവരുടെ പടയാളത്തോടൊപ്പം, യുദ്ധത്തോടൊപ്പം, ആയുധങ്ങളോടൊപ്പം ഒരു സംഹാരമൂർത്തിയായി നിൽക്കുന്ന മസീഹു ദജ്ജാലിനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണും. ഫൈദാ നദറ ദജ്ജാലു ഇലാ നബിയില്ലാഹി ഈസാ, ഈ വാതിൽ തുറന്ന് പുറത്തു വരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദജ്ജാൽ കാണേണ്ട താമസം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ മസീഹു ദജ്ജാലിന്റെ മുഴുവൻ ശക്തിയും ശോഷിച്ച് അവന്റെ എല്ലാ ദൗർബല്യങ്ങളിലും അവൻ അകപ്പെടും. സുമ്മ യഹ്റുബു, പിന്നെ ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഫയൻതലിഖു ഈസാ വറാഅഹു, ഈസാ അദ്ദേഹത്തിന്റെ പിറകെ ഓടും. ഫയുംസികു ബിഹി, ആ മസീഹിനെ പിടിക്കും. ഇന്ദ ബാബിൻ ലുദ്ദിൻ ഫി ഫലസ്തീൻ, ഫലസ്തീനിലെ ബാബ് ലുദ്, അവിടെ വെച്ചുകൊണ്ട് മസീഹു ദജ്ജാലിനെ ഈസാ നബി പിടിക്കും. ഫയഖ്തുലുഹു നബിയുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ കൊല്ലും. വയസ്തരിഹുൽ ഖൽഖു മിൻ ശർരി ദജ്ജാൽ, ആ സമയത്ത് ദജ്ജാലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാ സൃഷ്ടികൾക്കും രക്ഷ കിട്ടും. ഇതാണ് ചുരുക്കത്തിൽ മസീഹു ദജ്ജാലിന്റെ പര്യവസാനം. ആ മസീഹു ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം മുതൽ 10 ആയത്തുകൾ ആരെങ്കിലും മനഃപ്പാഠമാക്കി വെച്ചാൽ, അത് പാരായണം ചെയ്താൽ ഉസ്മ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ 10 ആയത്തുകൾ അവനെ സഹായിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹ് ഹദീസാണ്. അതുകൊണ്ട് എല്ലാ